ഹായ് ഓൾ, വെൽക്കം ടു വൺസ് അക്കാഡമി. നമ്മളിന്ന് S3 കമ്പ്യൂട്ടർ സയൻസിലെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ JVM ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. JVM ആണ്. JVM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം ജാവ വിർച്വൽ മെഷീനാണ്. ജാവ വിർച്വൽ മെഷീൻ. അപ്പോൾ ജാവയ്ക്കകത്തുള്ള ഇൻ്റർപ്രിറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത് JVM എന്ന് പറയുന്നത്. അപ്പോൾ JVM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ജാവ വിർച്വൽ മെഷീനാണ്. അത് ജാവയ്ക്കകത്തുള്ള ഒരു ഇൻ്റർപ്രിറ്ററാണ്. JVM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? നമ്മുടെ ബൈറ്റ് കോഡിനെ റൺ ചെയ്യുന്നു. അപ്പോൾ എന്താണ് ബൈറ്റ് കോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജാവയ്ക്കകത്ത് ജാവ C എന്ന് പറയുന്ന കമ്പൈലർ ഉണ്ട്, അതുപോലെ തന്നെ JVM ഉണ്ട്. ഇനി നമ്മുടെ സോഴ്സ് കോഡ്, നമ്മൾ ജാവയുടെ പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നത് ജാവയുടെ പ്രോഗ്രാം, ഫോർ എക്സാമ്പിൾ പ്രോഗ്രാം നെയിം സാമ്പിൾ എന്നാണ് എങ്കിൽ sample.java എന്നും പറഞ്ഞാണ് നമ്മൾ സോഴ്സ് കോഡിനെ അല്ലെങ്കിൽ നമ്മുടെ ജാവയുടെ പ്രോഗ്രാം സോഴ്സ് കോഡിനെ സേവ് ചെയ്ത് വെക്കുന്നത്. ഈ സോഴ്സ് കോഡിനെ ജാവ കമ്പൈലർ യൂസ് ചെയ്ത് അതിനെ കറസ്പോണ്ടിങ് ബൈറ്റ് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ബൈറ്റ് കോഡിനെ ആരാണ് കൺവേർട്ട് ചെയ്യുന്നത്? നമ്മുടെ ജാവ C എന്ന് പറയുന്ന കമ്പൈലർ യൂസ് ചെയ്തിട്ടാണ് ബൈറ്റ് കോഡിനെ, നമ്മുടെ സോഴ്സ് കോഡിനെ ബൈറ്റ് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ബൈറ്റ് കോഡ് റൺ ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ JVMൻ്റെ അകത്താണ് ബൈറ്റ് കോഡ് റൺ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബൈറ്റ് കോഡ് എവിടെയാണ് റൺ ചെയ്യുന്നത്? JVMൻ്റെ അകത്താണ്. അപ്പം ഈ ജാവയ്ക്കകത്ത് ജാവ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്, പോർട്ടബിൾ ആണ്. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഏത് പ്ലാറ്റ്ഫോമിലും, അതായത് ഏത് OSലും അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതാണ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ. നമുക്ക് എവിടെ വേണമെങ്കിലും ജാവ പ്രോഗ്രാം എന്ത് ചെയ്യാൻ പറ്റും? ഏത് OS, ഇപ്പോൾ വിൻഡോസിലിട്ടാലും ഉബണ്ടുവിലിട്ടാലും ഏത് OSലാണെങ്കിലും അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ആ കോഡിൽ എന്തെങ്കിലും ചേഞ്ചസോ അങ്ങനെ ഒന്നും വരുത്താണ്ട് വർക്ക് ചെയ്യും. അതിനാണ് നമ്മൾ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ പോർട്ടബിൾ എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജാവനെ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഈ ബൈറ്റ് കോഡും അതുപോലെ തന്നെ JVMും വെച്ചിട്ടാണ് ജാവനെ എന്താക്കിയേക്കുന്നത്? പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആക്കിയേക്കുന്നത്. അപ്പം നമ്മുടെ JVM എന്താ ചെയ്യുന്നത്? നമ്മുടെ ബൈറ്റ് കോഡിന്, അതായത് ജാവ C കമ്പൈലർ കൺവേർട്ട് ചെയ്യുന്ന ബൈറ്റ് കോഡിനെ നമ്മൾ JVM റൺ ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് പ്രൊവൈഡ് ചെയ്യുകയാണ് JVM ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ JVM എന്തിൻ്റെ പാർട്ടാണ്? JREയുടെ പാർട്ടാണ്. JR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാവ റൺ ടൈം എൻവയോൺമെൻ്റ് ആണ്, അതിൻ്റെ പാർട്ടാണ് നമ്മുടെ JVM. ഓക്കെ, അപ്പോൾ JVM ബൈറ്റ് കോഡും വെച്ചിട്ടാണ് ജാവനെ പോർട്ടബിൾ ആക്കിയേക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു സ്ട്രക്ചറാണ്, JVMൻ്റെ സ്ട്രക്ചറാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾക്ക് ആദ്യം എന്താ ഉള്ളത്? നമ്മുടെ ജാവ സോഴ്സ് കോഡ്. ജാവ സോഴ്സ് കോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ .java ഫയലാണ് നമ്മുടെ സോഴ്സ് കോഡ്. അപ്പോൾ ഈ .java ഫയൽ, അതായത് നമ്മളിപ്പോൾ ജാവയ്ക്കകത്തൊരു പ്രോഗ്രാം എഴുതുവാണ് എങ്കിൽ അതിനാണ് ഈ .java ഫയൽ അല്ലെങ്കിൽ സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സം ഓഫ് 2 നമ്പേഴ്സ് കാണാനുള്ള പ്രോഗ്രാം എഴുതി, അല്ലെങ്കിൽ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ജാവയ്ക്കകത്ത് നമ്മൾ എഴുതി, ആ എഴുതുന്ന ആ കോഡിനാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. അപ്പം അതിൽ ഏത് ഫോർമാറ്റിൽ എന്ത് എക്സ്റ്റൻഷനിലാണ് സ്റ്റോർ ചെയ്യുന്നത്? .java എന്നും പറഞ്ഞാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ ഈ സോഴ്സ് കോഡിനെ ഇങ്ങോട്ട് കൊണ്ടുകൊടുത്തു, ജാവയുടെ കമ്പൈലറിലേക്ക് കൊടുത്തു. അപ്പോൾ സോഴ്സ് കോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ C പ്രോഗ്രാമൊക്കെ പോലെ തന്നെ ഒരു കോഡാണ്. അപ്പോൾ ആ കോഡിനെ നമ്മൾ എങ്ങോട്ടാണ് കൊടുക്കുന്നത്? ജാവ കമ്പൈലറിലേക്ക് കൊടുക്കും. അപ്പോൾ ആ കമ്പൈലർ എന്ത് ചെയ്യും? അതിനെ കമ്പൈൽ ചെയ്ത് ബൈറ്റ് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ബൈറ്റ് കോഡിലോട്ട് അത് കൺവേർട്ട് ചെയ്യും. ആ ബൈറ്റ് കോഡ് എടുത്തിട്ടാണ് നമ്മൾ JVMലേക്ക് കൊടുക്കുന്നത്. ബൈറ്റ് കോഡാണ് JVMലേക്ക് കൊടുക്കുന്നത്. അപ്പം ഈ ബൈറ്റ് കോഡ് എന്ന് പറയുന്നത് ഏത് ഫോർമാറ്റിലായിരിക്കും? .class ഫയലായിരിക്കും. നമ്മൾ ഒരു പ്രോഗ്രാം എഴുതുവാണ് എങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സം ഓഫ് 2 നമ്പേഴ്സിന് sum.java എന്നും പറഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ എഴുതി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഒരു .class ഫയലും ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ വരും? sum.class എന്നും പറഞ്ഞ് കിടപ്പുണ്ടാവും. ഓക്കെ, നമ്മൾ കമ്പൈൽ ചെയ്ത് എറേഴ്സ് ഒന്നുമില്ല എങ്കിൽ അത് sum.class എന്നും പറഞ്ഞ് ഒരു ഫയല് കിടപ്പുണ്ടാവും. ഓക്കെ, അപ്പം അതിനെയാണ് നമ്മൾ ബൈറ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്ത ആ കോഡിനെയാണ് നമ്മൾ .class ഫയൽ എന്ന് പറയുന്നത്. ഈ .class ഫയലാണ് നമ്മൾ JVMലേക്ക് കൊടുക്കുന്നത്. അപ്പം ഈ JVM എന്ന് പറയുന്നത്
ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുത്താലും അതിന് സെപ്പറേറ്റ് ആണ്. അപ്പം നമുക്ക് മാക് എടുക്കുവാണെങ്കിൽ മാക്കിന് സെപ്പറേറ്റ് JVM ഉണ്ട്, അതുപോലെ വിൻഡോസിനുണ്ട്, ഉബണ്ടുവിനുണ്ട്, ലിനക്സിനുണ്ട്, എല്ലാത്തിനും സെപ്പറേറ്റ് JVM ഉണ്ട്. അപ്പോൾ ഏത് OSലാണെങ്കിലും സെപ്പറേറ്റ് ഒരു JVM അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ JVMലേക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ ബൈറ്റ് കോഡ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഡോട്ട് ക്ലാസ് ഫയൽ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ ആ ബൈറ്റ് കോഡിനെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. അപ്പം റൺ ചെയ്ത് കഴിയുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ? നമ്മൾ എന്താണ് നോക്കിയത്, JVMന്റെ ഒരു സ്ട്രക്ചറാണ് നോക്കിയത്. അതിനകത്ത് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, ജാവ സോഴ്സ് കോഡ് കൊടുത്തു, അതിന് ജാവ കമ്പൈലർ യൂസ് ചെയ്ത് കറസ്പോണ്ടിങ് ബൈറ്റ് കോഡിലോട്ട് കൺവേർട്ട് ചെയ്തു. അതായത് നമ്മൾ കമ്പൈൽ ചെയ്യുന്നത് എങ്ങനെയാണ് ജാവയ്ക്കകത്ത്, അതുപോലെ കമ്പൈൽ ചെയ്ത് അതിനെ ഡോട്ട് ക്ലാസ് ഫയലിലേക്ക് ആക്കി ആ ഫയലിനെയാണ്, ആ ബൈറ്റ് കോഡിനെയാണ് നമ്മൾ JVMലേക്ക് കൊടുക്കുന്നത്. ആ JVM അതിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്താണോ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് അത് ഡിസ്പ്ലേ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ അത് ബൈറ്റ് കോഡിനെയാണ് എന്ത് റൺ ചെയ്യുന്നത്, JVM റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ബൈറ്റ് കോഡും അതുപോലെ JVMഉം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ജാവ എന്ന് പറയുന്ന ലാംഗ്വേജ് ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ്. അതെന്തെന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എഴുതി ആ പ്രോഗ്രാം ഏത് OS കൊണ്ടുപോയിട്ടാലും അത് കറക്റ്റായിട്ട് ഒരു ചേഞ്ച് ചെയ്യാണ്ട് കൊണ്ടുപോയിട്ടാൽ കറക്റ്റായിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരാനുള്ള റീസൺ ഓരോ OSനും സെപ്പറേറ്റ് JVM ഉണ്ട്. അപ്പോൾ ഈ JVMഉം അതുപോലെ ബൈറ്റ് കോഡുമാണ് ജാവനെ എന്താക്കുന്നത്, പോർട്ടബിൾ ആക്കുന്നത്, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കിയേ, നമ്മൾ നോക്കിയത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് JVM എന്താണെന്ന് നോക്കി. അപ്പോൾ ആ JVM ആയതിനു മുമ്പ് നമുക്ക് ജാവാസി എന്താണെന്ന് അറിയണം. ജാവാസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാവയുടെ കമ്പൈലറാണ്. അപ്പം നമ്മളൊരു പ്രോഗ്രാം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സിമ്പിൾ ഹലോ വേൾഡ് എന്നും പറഞ്ഞൊരു പ്രോഗ്രാം എഴുതുവാണ്. ഹലോ വേൾഡ് എന്നും പറഞ്ഞ് പ്രിൻ്റ് ചെയ്യിക്കൊരു പ്രോഗ്രാം എഴുതുവാണെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് .java ഫയലായിട്ടായിരിക്കും. അപ്പം ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹലോ വേൾഡ് .java എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സ് കോഡാണ്. അപ്പം ആ സോഴ്സ് കോഡിനെ നമ്മൾ കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ജാവാസി സ്പേസ് ആ പ്രോഗ്രാമിന്, ഇതാണ് നമ്മുടെ പ്രോഗ്രാം നെയിം, ഹലോ world.java എന്ന് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ജാവ പ്രോഗ്രാമിനെ എന്ത് ചെയ്യുന്നത്, കമ്പൈൽ ചെയ്യുന്നത്. അപ്പം ഈ സോഴ്സ് കോഡിനെ ജാവാസി വെച്ചിട്ട് കമ്പൈൽ ചെയ്തു. ഓക്കെ, അപ്പം നമ്മുടെ കോഡിൽ എറേഴ്സ് ഒന്നുമില്ല എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഒരു ഡോട്ട് ക്ലാസ് ഫയൽ ക്രിയേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഹലോ വേൾഡ് ഡോട്ട് ക്ലാസ് എന്നും പറഞ്ഞ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഈ ഡോട്ട് ക്ലാസ് ഫയൽ എന്താണ്, നമ്മുടെ ബൈറ്റ് കോഡാണ്. ഈ ബൈറ്റ് കോഡ് എടുത്തിട്ട് പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതായത് ഹലോ വേൾഡ് ഡോട്ട് ക്ലാസ് എന്ന് പറഞ്ഞ ആ ഫയലിനെയാണ് എടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ JVM റൺ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ എന്താ പഠിച്ചതെന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന് ജാവാസി എന്താന്ന് പറഞ്ഞു, ഒന്ന് JVM എന്താന്ന് പറഞ്ഞു. അപ്പോൾ JVM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാവ വിർച്വൽ മെഷീനാണ്, ജാവയുടെ ഇൻ്റർപ്രിറ്റർ ആണ്. അതെന്താ ചെയ്യുന്നത്, ബൈറ്റ് കോഡിനെ റൺ ചെയ്യുന്നു. ബൈറ്റ് കോഡിനെ റൺ ചെയ്യുന്നത് JVM ആണ്. അപ്പം ആ ബൈറ്റ് കോഡ് നമ്മൾ എന്തിനാണ് കിട്ടുന്നത്, നമ്മുടെ ജാവാസി കമ്പൈൽ ചെയ്ത് എടുക്കുന്ന ആണ് ബൈറ്റ് കോഡ്. അപ്പം അതിനെ റൺ ചെയ്യുന്ന ആളാണ് JVM ആണ്. അപ്പം താങ്ക് യു. നമുക്ക് വേറെ സെഷൻസുമായിട്ട് കാണാം.